ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്തിൽ വിവരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണ്. ദാവീദ് ഗോലിയാത്തിനെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് പഠിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സാത്താൻ ഉയർത്തുന്ന വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് നേരിടാം, സാത്താനെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാമെന്ന് നമുക്ക് ധ്യാനിക്കാം. 17-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെയും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഇസ്രായേൽ രാജാവിനെയും വെല്ലുവിളിക്കുന്ന ഗത്യനായ ഗോലിയാത്ത് എന്ന ശത്രുവിന്റെ വലിപ്പത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. 6 മുഴവും 1 ചാൺ നെടുപ്പവും ഉള്ളവൻ, താമ്ര ശിരസ്ത്രം ധരിച്ചവൻ, 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചം ധരിച്ചവൻ, താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും താമ്രം കൊണ്ടുള്ള വേലും ധരിച്ചവൻ, ഇങ്ങനെയുള്ള മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 40 രാവും 40 പകലും തുടർച്ചയായിട്ട് ഗത്യനായ ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തെയും ഇസ്രായേൽ രാജാവിനെയും വെല്ലുവിളിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവും ശത്രുവിന്റെ വെല്ലുവിളി കേട്ടിട്ട് ഭ്രമിച്ച് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ ശത്രുവിന്റെ വലിപ്പത്തെയാണ് നോക്കുന്നത്, എന്നാൽ തങ്ങളെ വീണ്ടെടുത്ത ജീവനുള്ള ദൈവത്തിന്റെ വലിപ്പത്തെ അവര് തിരിച്ചറിയുന്നില്ല. അതിനാൽ അവര് ഭ്രമിച്ച് ഓടിപ്പോകുന്നു. ഈ സമയത്താണ് തീരെ ബാലനും കോമളരൂപിയുമായ ദാവീദ് ഇവിടേക്ക് കടന്നു വരുന്നത്. ദാവീദ് ഗത്യനായ ഗോലിയാത്തിനെ എങ്ങനെ നേരിട്ടു എന്ന് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തില് ശത്രു ഉയർത്തുന്ന വെല്ലുവിളികളെ എങ്ങനെ തകർക്കാമെന്ന് നമുക്ക് പഠിക്കാം. ദാവീദിന്റെ ഇടയസഞ്ചിയില് 5 കല്ലുകളാണ് ഉണ്ടായിരുന്നത്. ഈ 5 കല്ലുകൾ ഉപയോഗിച്ച് ദാവീദ് ഗത്യനായ ഗോലിയാത്തിനെ നേരിടുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ ആദ്യത്തെ കല്ല് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദാവീദിന്റെ ജീവിതം നമുക്കറിയാം. ഒരു ഇടയ ചെറുക്കനായിരുന്ന ദാവീദ് ആ കാലത്തു തന്നെ ദൈവവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എപ്പോഴും കിന്നരം വായിച്ച് ദൈവത്തിന് ആരാധന കഴിച്ചിരുന്നു. സങ്കീർത്തനം 55-ന്റെ 17-ാം വാക്യം പഠിക്കുമ്പോൾ ദാവീദ് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയുന്നവനായിരുന്നു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നു എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാവീദിന് ഉറച്ച ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ദാവീദിന്റെ ഇടയസഞ്ചിയിലെ ആദ്യത്തെ കല്ല് എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പ്രാർത്ഥന എന്ന ആയുധത്തെ മൂർച്ച കൂട്ടി ശത്രുവുമായിട്ടുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുക. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.